ബോഡി ഡെഡ് കില്ലർ അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. വിസ്ലിൻ ഡീസൽ ഇപ്പൊ മനസ്സിലായോ? എന്നിട്ട് മനസ്സിലായിട്ടില്ല എന്നാ ഈ ക്ലിപ്പ് ഒന്ന് കണ്ടു. Welcome to G-Wagon Durability Test number 3. ഇപ്പൊ മനസ്സിലായില്ലേ ആളാരാന്ന്? ഈ തക്കുവാവന്റെ മോന്തയും സ്വഭാവമുള്ള ഈ ചങ്ങായിന്റെ പണി എന്താണെന്നറിയോ? കിട്ടുന്ന വണ്ടിയൊക്കെ കണ്ട തോട്ടിലും കാട്ടിലും ഇറക്കിയിട്ട് വണ്ടി പൊളിക്കും. എന്നിട്ട് ലാസ്റ്റ് തീയിട്ടോ ബോംബിട്ടോ. ഇതാണ് മെയിൻ പരിപാടി. ഇത് ഇവന്റെ ഹോബിയാണോന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഹോബിയാണ്. അത് ഇപ്പൊ, മുന്നേ ഹോബി അല്ലായിരുന്നു, ഇപ്പോൾ അതൊരു ഹോബിയാക്കി മാറ്റി. വണ്ടി വാങ്ങാ, പൊളിക്കുക, വീഡിയോ എടുത്ത് യൂട്യൂബിലിടാം. ആശാൻ ഫെറാറിക്ക് കൊടുത്തൊരു പണിയുണ്ട്. പണിയല്ല, ഫെറാറിനെ അപമാനിച്ചു വിട്ടൊരു കഥ. ചങ്ങായ ഒരു ഫെറാറിയെ എന്നിട്ട് അതിനെ പീഡിപ്പിക്കാൻ പറ്റുന്നിടത്തോളം അയാൾ പീഡിപ്പിച്ചു. ആർക്കും നഷ്ടം? ഇവന്. അവനല്ല, ഇത് കണ്ടു നിൽക്കണത് നമ്മക്കാണ് നഷ്ടം, നമ്മുടെ ടൈം നഷ്ടം. അവര് യൂട്യൂബിൽ ഇട്ടിട്ട് പൈസ കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ പൊളിച്ച വണ്ടിയൊക്കെ ക്രഷ് ചെയ്ത് ചെറിയ ചെറിയ ബോട്ടിലാക്കിയിട്ട് അതും വിൽക്കും. അപ്പോൾ അവിടെയും പൈസ, പിന്നെയും ബിസിനസ്. പക്ഷെ ഇത് കണ്ട ഫെറാറിക്കാര് ഇവനെതിരെ കേസ് കൊടുത്തു. നമ്മളെ വണ്ടീനെ പീഡിപ്പിച്ചെന്നും പറഞ്ഞിട്ടു. വണ്ടീനെ പീഡിപ്പിച്ചതിന് കേസ്. അത് മാത്രമല്ല, ഇവനെതിരെ വേറെയും കുറച്ച് കേസുണ്ട്. കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രഗ്സ് സംഭവങ്ങൾ അങ്ങനത്തെ ഒന്നുമല്ല. ഇതുപോലെ വണ്ടി എടുത്ത് ഓരോരോ കഴപ്പ് കാണിക്കും, സേഫ്റ്റി ഒന്നും ഇല്ലാതെ. അതിനെതിരെ പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. പിന്നെ വേറെയും കുറച്ച് ഇതുപോലത്തെ തലയില്ലാത്ത പണി ചെയ്തതിന് കേസുണ്ട്. ആശാന്റെ ലേറ്റസ്റ്റ് വീഡിയോ എന്താണെന്നറിയോ? റോൾസ് റോയ്സ് ഫാൻഡത്തിനെ പീഡിപ്പിക്കുന്നത്. Today my friend is letting me borrow his brand new Rolls Royce. My only job is to not damage it. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്ക് കയറിയിട്ട്. നല്ല രസമാണ് കണ്ടിരിക്കാൻ. ഇവിടെ നമ്മൾ ആ വണ്ടി സ്വപ്നം കാണാൻ പോലും പറ്റാതെ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് ചെങ്ങായി പൈസ കൊടുത്ത് മേടിച്ചിട്ട് വണ്ടി പൊളിച്ചറിയുന്നത്. എന്തൊക്കെ തരം കഴപ്പില്ലേ. എന്തായാലും നിങ്ങൾ ആ റോൾസ് റോയ്സിന്റെ വീഡിയോ കണ്ടിരി. ഞാൻ പോയി അടുത്ത കണ്ടന്റിനുള്ള എന്തെങ്കിലും സാധനം തപ്പിട്ട് വരാം. ബൈ.